Exercise 13.2, question number 11. A school has 8 periods a day, each of 45 minutes duration. ഒരു സ്കൂളിൽ ഒരു ദിവസം 8 periods ആണുള്ളത്. ഒരു പീരീഡിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 45 minutes ആണ്. How long would each period be if the school has 9 periods a day, assuming the number of school hours to be the same? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 periods ആണ് ഒരു ദിവസം ഉള്ളതെങ്കിൽ 8 periods ആണെങ്കിൽ ഒരു പീരീഡ് 45 minutes ആയിരിക്കും. ഇനി 9 periods ആണ് ഉള്ളതെങ്കിൽ ഒരു പീരീഡ് എത്ര മിനിറ്റ്സ് ഉണ്ടാവും? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഹിയർ വി ആർ ടേക്കിംഗ് നമ്പർ ഓഫ് പീരീഡ്സ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഈച്ച് പീരീഡ്. ഓരോ പീരീഡും എടുക്കണം. അത് മിനിറ്റ്സിലാണ് ആ ഡ്യൂറേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 8 periods ആണെങ്കിൽ ഒരു പീരീഡ് 45 minutes ആണ്. ഇനി 9 periods ഉണ്ടെങ്കിൽ ഒരു പീരീഡ് എത്ര ഡ്യൂറേഷൻ ആയിരിക്കും, എത്ര മിനിറ്റ്സ് ഉണ്ടാവും? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us take duration of each period is equal to x. ഓക്കെ, ഇനി ഇവിടെ നമ്പർ ഓഫ് പീരീഡ്സ് കൂടുന്നതിനനുസരിച്ച് ഒരു പീരീഡിൻ്റെ ടൈം കുറഞ്ഞു വരും അല്ലേ? ഓക്കെ, നമ്പർ ഓഫ് പീരീഡ്സ് കൂടുമ്പോൾ പീരീഡ് എന്ത് വരും? പീരീഡിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരും. കുറച്ച് സമയമാണ് ഒരു പീരീഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പീരീഡ്സ് കൂടുമ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് പീരീഡ് കുറയും. ദാറ്റ് ഈസ് ദീസ് ആർ ഇൻ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ നമ്പർ ഓഫ് പീരീഡ്സ് ആൻഡ് duration of each period are inversely proportion. So we can write 8 into 45 is equal to 9 into x. That is 9x is equal to 8 into 45. That is x is equal to 8 into 45 by 9. ഈ 45 9 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 45 by 9 ചെയ്യുമ്പോൾ 1 time 5 times. That is x is equal to 8 into 5. That is x is equal to 40 minutes. This is the answer.